കാർഷിക വാർത്തകൾ. കുരുമുളകാണ് ഈ വാരം സുഗന്ധവ്യഞ്ജന വിപണിയിലെ താരം. കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത മാസം പുതിയ ചരക്ക് വിപണിയിലെത്തും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പച്ചത്തേങ്ങ ലഭ്യത കുറഞ്ഞു. റബ്ബറും പ്രതിസന്ധിയിൽ. വരൾച്ചയിൽ നട്ടം തിരിഞ്ഞ ഏലം കർഷകർ. സുഗന്ധവ്യഞ്ജന വിപണിയിൽ കുരുമുളകാണ് ഈ വാരം താരം. കാർഷിക മേഖലയിലെ കുരുമുളക് തോട്ടങ്ങളിൽ കുരുമുളക് മണികൾ മൂത്തു തുടങ്ങിയെങ്കിലും വിളവെടുപ്പ് ഇനിയും ഊർജിതമായിട്ടില്ല. കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത മാസം പുതിയ ചരക്ക് വിപണികളിലെത്തും. മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ചരക്ക് ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും എത്തുമോ എന്ന ആശങ്കയിലാണ് അന്തർ സംസ്ഥാന വാങ്ങലുകാർ. ലഭ്യമാവുന്ന നാടൻ കുരുമുളക് ഉയർന്ന വിലയ്ക്ക് ശേഖരിക്കാൻ ഏതാനും ദിവസങ്ങളായി അവർ ഉത്സാഹിക്കുകയാണ്. അൺഗാർബിൾഡ് കുരുമുളക് 65,900 രൂപയായി ഉയർന്നു. നാളികേര സീസണാണെങ്കിലും വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ചരക്ക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നില്ല. മില്ലുകാരിൽ നിന്നും പച്ചത്തേങ്ങയ്ക്ക് ആവശ്യം വർദ്ധിച്ചു. ഉയർന്ന വില കണ്ട് സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും നാളികേരം വിറ്റുമാറാൻ കർഷകർ ഉത്സാഹിച്ചു. തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിൽ പച്ചത്തേങ്ങ ലഭ്യത കുറവാണ്. കൊച്ചിയിൽ കൊപ്ര 15,100 രൂപയിലും വെളിച്ചെണ്ണ 22,500 രൂപയിലുമാണ്. കാർഷിക മേഖലയിൽ നിന്നുള്ള റബ്ബർ വരവ് കുറഞ്ഞതോടെ ഉത്തരേന്ത്യൻ വ്യവസായികൾ റബ്ബറിൽ കൂടുതൽ താൽപര്യം കാണിച്ചു. 5ാം ഗ്രേഡ് റബ്ബർ അവർ 18,900 രൂപയായും ഒട്ടുപാൽ 13,500 രൂപയായും ഉയർന്നു. ടയർ നിർമ്മാതാക്കൾ 4ാം ഗ്രേഡ് ഷീറ്റ് 19,300 രൂപയ്ക്ക് വാങ്ങി. പകൽ താപനില ഉയർന്നതോടെ റബ്ബർ ടാപ്പിംഗ് രംഗം തളർച്ചയിലേക്ക് നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ ടയർ നിർമ്മാതാക്കൾ അടുത്ത വാരം നിരക്ക് വീണ്ടും ഉയർത്തുമെന്ന നിഗമനത്തിലാണ് ഉൽപാദന കേന്ദ്രങ്ങൾ. ഉൽപാദന മേഖലയിൽ ഇന്ന് 2 ലേലങ്ങളിലായി 51,048 കിലോഗ്രാം ഏലയ്ക്ക വിൽപ്പനയ്ക്കിറങ്ങി. രാത്രി അതിശൈത്യമാണെങ്കിലും പകൽ സമയത്ത് ഉയർന്ന അന്തരീക്ഷ താപനിലയുമായി പൊരുത്തപ്പെടാൻ ഏലച്ചെടികൾ ക്ലേശിക്കുന്നു. ഒട്ടുമിക്ക തോട്ടങ്ങളിലും ഉൽപാദനം ചുരുങ്ങിയതിനാൽ അടുത്ത മാസം മധ്യത്തോടെ തോട്ടങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഉൽപാദകർ നിർബന്ധിതരാകും. ഉത്തരേന്ത്യൻ ഇടപാടുകാരും കയറ്റുമതി സമൂഹവും ഏലക്ക ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖല 3.5% വളർച്ച കൈവരിച്ചതായി സാമ്പത്തിക സർവേ. ഹോർട്ടിക്കൾച്ചർ, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം എന്നീ മേഖലകളാണ് വളർച്ചയ്ക്ക് സഹായകമായത്. 2024-25 സാമ്പത്തിക സർവേ ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ 3.5% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന വളർച്ചാ ചാലകങ്ങളായി ഹോർട്ടിക്കൾച്ചർ, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം എന്നിവ മാറിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് കാർഷിക മേഖലയുടെ മുന്നേറ്റം. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പോലുള്ള സംരംഭങ്ങളിലൂടെ കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാർഷിക മേഖലയെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കൽ, കാർഷിക രീതികൾ മെച്ചപ്പെടുത്തൽ, സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. 2024-25 കേന്ദ്ര ബജറ്റ് കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1.52 ട്രില്യൺ രൂപയാണ് അനുവദിച്ചിരുന്നത്. 2023-24 1.22 ട്രില്യൺ രൂപയിൽ നിന്ന് ഗണ്യമായ വർധനയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയുടെ മുന്തിരി കയറ്റുമതിയിൽ മഹാരാഷ്ട്ര മുന്നിൽ. ഉൽപാദനത്തിന്റെ 67% സംസ്ഥാനത്തിന്റെ സംഭാവന. കയറ്റുമതി അധിഷ്ഠിത കൃഷി, സാങ്കേതിക വിദ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, കൂട്ടായ പരിശ്രമം എന്നിവ മഹാരാഷ്ട്രയെ രാജ്യത്തിന്റെ മുന്തിരി ഉൽപാദനത്തിൽ ഒന്നാമതെത്തിച്ചിരിക്കുകയാണ്. 2024-25 സാമ്പത്തിക സർവേ പ്രകാരം 2023-24 ഇന്ത്യ ആഗോളതലത്തിൽ 3,460.70 കോടി രൂപ മൂല്യത്തോടെ 3,43,982.34 ടൺ മുന്തിരി കയറ്റുമതി ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, മിസോറാം എന്നിവയാണ് രാജ്യത്ത് പ്രധാനമായി മുന്തിരി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. മുന്തിരി ഗുണനിലവാരം ഉറപ്പാക്കാൻ കർഷകർ റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനങ്ങൾ പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് അതിവേഗം വളരുന്ന ഒരു വ്യവസായമായി ഹോർട്ടിക്കൾച്ചർ മേഖല ഉയർന്നു വരുന്നുവെന്ന് സാമ്പത്തിക സർവേ വിലയിരുത്തുന്നു. ഇന്ത്യയിലെ ഹോർട്ടിക്കൾച്ചർ മേഖല പരമ്പരാഗത കൃഷിയേക്കാൾ കൂടുതൽ ഉൽപാദനക്ഷമവും ലാഭകരവുമാണെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്ത് മുളകിന്റെ വിലയിൽ 35% ഇടിവ്. ആഗോള ഡിമാൻഡിലുണ്ടായ ഇടിവാണ് രാജ്യത്ത് വില കുറയാൻ കാരണമായത്. കഴിഞ്ഞ ജനുവരിയിൽ ക്വിന്റലിന് 19,000 രൂപയായിരുന്നത് ഈ വർഷം 13,000 രൂപ വരെയായി ഇടിഞ്ഞിരിക്കുകയാണ്. ആഗോളതലത്തിൽ പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞതാണ് രാജ്യത്ത് മുളകിന്റെ വില കുറയാൻ കാരണമായത്. ദേശീയ കണക്കുകളെ അടിസ്ഥാനമാക്കി തെലങ്കാന പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2024 സെപ്റ്റംബറിൽ ചുവന്ന മുളകിന്റെ കയറ്റുമതി 36,276 ടണ്ണായിരുന്നു. ഇത് മുൻമാസത്തേക്കാൾ 4.09% കുറവാണ്. 2024 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ മുളക് കയറ്റുമതി 1.31 ലക്ഷം ടണ്ണായിരുന്നു.
ഇതിന്റെ മൂല്യം $645.15 മില്യൺ ആയിരുന്നു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മുളകിന്റെ കയറ്റുമതി മൂല്യം 15% കുറഞ്ഞു. കോൾഡ് സ്റ്റോറേജുകളിൽ സൂക്ഷിച്ചവയെല്ലാം വിലയിടിവിനെ തുടർന്ന് വിപണിയിൽ ഇറക്കേണ്ട സാഹചര്യമാണ് വ്യവസായികൾക്കുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗ്രാനുലാർ രാസവളങ്ങളുടെ വിൽപ്പന അടുത്ത വർഷവും മാറ്റമില്ലാതെ തുടരും. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ 9 മാസങ്ങളിൽ വളം വിൽപ്പന 7.3% വർദ്ധിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഗ്രാനുലാർ വളം വിൽപ്പന നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ നിലവാരത്തിൽ മാറ്റമില്ലാതെ തുടരും. നാനോ ദ്രാവക വളങ്ങളുടെ ഉപഭോഗത്തിൽ വർധന ഉണ്ടായിട്ടുണ്ടെങ്കിലും 2026 സാമ്പത്തിക വർഷത്തിൽ വളം മേഖല നിഷ്പക്ഷത പുലർത്തുന്നതായാണ് ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച് പറയുന്നത്. എല്ലാത്തരം വളങ്ങളുടെയും വിൽപ്പനയും ഈ സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ-ഡിസംബർ കാലയളവിൽ 7.3% വർദ്ധിച്ച് 525.92 ലക്ഷം ടണ്ണായിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം 1.64 ലക്ഷം കോടി രൂപയുടെ സബ്സിഡി തുടരുന്നതിനാലാണ് അടുത്ത സാമ്പത്തിക വർഷം വളം മേഖലയ്ക്ക് ഇന്ത്യ റേറ്റിംഗ്സ് ഒരു നിഷ്പക്ഷ വീക്ഷണം നിലനിർത്തിയിട്ടുള്ളത്. യൂറിയയുടെ വിൽപ്പന 6.4% വർദ്ധിച്ച 282 ലക്ഷം ടണ്ണിൽ നിന്ന് 300.2 ലക്ഷം ടണ്ണായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 192, RSS 5 188, ലാറ്റക്സ് 138, ജാതിക്ക 370, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 230, കാപ്പിക്കുരു 250, കൊക്കോ പരിപ്പ് 600, കുരുമുളക് ഗാർബിൾ 67,900, കുരുമുളക് അൺഗാർബിൾ 65,900, ഏലക്ക 2,800 മുതൽ 2,900 വരെ, വെളിച്ചെണ്ണ 22,500, കൊപ്ര 17,300, ചുക്ക് 32,500.